നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ DDE അന്തിമ റിപ്പോർട്ട് കൈമാറി. സുരക്ഷാ പ്രോട്ടോകോൾ ഉറപ്പാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട്. തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം. പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ഇത് സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റിന് സർക്കാർ നിർദ്ദേശം നൽകി. തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണം. മാനേജ്മെന്റും KSCBയും ഒരുപോലെ കുറ്റക്കാരാണെന്ന് NK പ്രേമചന്ദ്രൻ MP. സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു MPയുടെ പ്രതികരണം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി. കൊല്ലം DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും. സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ DDE അന്തിമ റിപ്പോർട്ട് കൈമാറി. സുരക്ഷാ പ്രോട്ടോകോൾ ഒന്നും ഉറപ്പാക്കിയിട്ടില്ല. സംഭവത്തിൽ പ്രഥമാധ്യാപികയുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിൽ പറയുന്നു. വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ DGE അന്തിമ റിപ്പോർട്ട് കൈമാറി. സുരക്ഷാ പ്രോട്ടോകോൾ ഒന്നും ഉറപ്പാക്കിയിട്ടില്ല. സംഭവത്തിൽ പ്രഥമാധ്യാപികയുടെ വീഴ്ചയെപ്പറ്റിയും റിപ്പോർട്ടിൽ പറയുന്നു. ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. സ്കൂളിലെ അനധികൃത നിർമ്മാണം തടയാനും സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. അവിടെ ഈ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ട് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ അത്ര ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഒരു ഭാഗം പിന്നെ ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുക. അങ്ങനെയാണ് നമുക്ക് അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു. ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്തേക്കും പോയി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും മുഴുവൻ സമയം ഉണ്ടായിരുന്നു. സംഭവത്തിൽ സ്കൂളിനും KSCBയ്ക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാലങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും പ്രതികരിച്ചില്ല. അപായ ലൈനിന് കീഴെ സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധനയില്ലാതെയാണെന്നും കണ്ടെത്തി. സംഭവത്തിൽ പ്രഥമ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വലുതൊന്നുമല്ല. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. സ്വന്തം വീടില്ല, ഒരു സെന്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു അനിയനും കൂടെ ഉണ്ട്. അമ്മ വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയും കായികാധ്യാപക തൊഴിൽ മേഖലയും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. ആരോഗ്യ കായിക വിദ്യാഭ്യാസ മേഖലയും കായികാധ്യാപക തൊഴിൽ മേഖലയും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും. മുൻ കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി, സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് യഥാർത്ഥ പരിഹാരം കളിക്കളങ്ങളിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുവരിക എന്നതാണ്. ഓരോ കായിക താരത്തെയും കണ്ടെത്തി അടിസ്ഥാന പാഠങ്ങൾ ചൊല്ലിക്കൊടുത്ത് കായികാധ്യാപകരോട് അധികാരികൾ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളൊക്കെ വഴിവിട്ട മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്കൂളുകളിൽ ഇഷ്ടു അടിസ്ഥാനത്തിലല്ല അധ്യാപകരെ നിയമിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥിയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അധ്യാപകൻ വേണം. അത് കായികാധ്യാപകനും വേണം, സംഗീതം പഠിപ്പിക്കുന്ന അധ്യാപകരും വേണം, ചിത്രകല പഠിപ്പിക്കുന്നവരും വേണം. അതുകൊണ്ട് ഇവരെല്ലാം ചേരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല അവബോധം അധികാരികൾക്കും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പാദപൂജയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിംബലുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടി വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത സ്കൂൾ തലത്തിലുണ്ട്. അത് മാറ്റുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഭരണഘടനയാണെന്നും ആ ഭരണഘടനയിൽ അടിസ്ഥിതമായിട്ടാണ് നമ്മൾ വളരേണ്ടതെന്നും അങ്ങനെ വളരുമ്പോഴാണ് എല്ലാവരും തുല്യരായി കാണുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്നത് എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നത് സ്കൂൾ തലത്തിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം DDEക്ക് കൈമാറി. DPETA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AR മുഹമ്മദ് റാഫി, KPSPTA പ്രസിഡന്റ് S പ്രദീപ് കുമാർ, അജിത കുമാരി, സിനോപി ബാബു, ശ്രീകാന്ത്, രതീഷ് കുമാർ, ഷിബു ബേബി, സന്ധ്യ, ഷിബു ജർമ്മൻ, ബിനോയ് K എബ്രഹാം, മനോജ് മത്തായി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കും. വിദേശത്തുള്ള മിഥുന്റെ അമ്മ സുജ ശനിയാഴ്ച രാവിലെ കൊച്ചിയിലെത്തും. സുജ വീട്ടിലെത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിന്റെ ഞെട്ടലിലാണ് നാട്. വിദേശത്തുള്ള അമ്മ സുജ ശനിയാഴ്ച നാട്ടിലെത്തിയ ശേഷമാകും മിഥുന്റെ സംസ്കാരം നടക്കുക. കുവൈറ്റിൽ വീട്ടുജോലിക്കായി പോയതായിരുന്നു മിഥുന്റെ അമ്മ. സുജ വീട്ടുജോലിക്കായി പോയ കുടുംബം തുർക്കിയിൽ വിനോദയാത്രയ്ക്കായി പോയിരിക്കുകയായിരുന്നു. ഇവരോടൊപ്പമാണ് സുജയും ഉണ്ടായിരുന്നത്. സുജ ശനിയാഴ്ച പുലർച്ചെ കൊച്ചിയിലെത്തുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറേക്കല്ലട വലിയപാടം മനു ഭവനിൽ മനു സുജ ദമ്പതികളുടെ മകനുമായ മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചത്. പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് വൈദ്യുതി വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. തറയിൽ നിന്നും വൈദ്യുതി കമ്പികളിലേക്ക് ആവശ്യമായ സുരക്ഷിത അകലം പാലിച്ചില്ലെന്നും സൈക്കിൾ ഷെഡിലേക്കും സുരക്ഷാ അകലം പാലിച്ചിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവും സംഘർഷവും. വ്യാഴാഴ്ച വൈകിട്ട് KSU പ്രവർത്തകരും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. പ്രഥമാധ്യാപികയും ജനപ്രതിനിധികളും അധ്യാപകരും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് KSU പ്രവർത്തകർ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇതാണ് സംഘർഷത്തിനിടയാക്കിയത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSUവും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രഥമാധ്യാപികയും ജനപ്രതിനിധികളും അധ്യാപകരും MLAയും സംസാരിക്കുന്നതിനിടയിലേക്ക് KSU പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബലപ്രയോഗത്തിലൂടെയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. തുടർന്ന് പോലീസ് വാഹനങ്ങളിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. പുറത്തേക്കിറങ്ങിയവർ കോവൂർ കുഞ്ഞുമോൻ MLAക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA. വൈദ്യുതി കമ്പികൾ ഷെഡിന് മുകളിൽ കൂടി കടന്നുപോകുന്നത് KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെന്ന് സ്കൂൾ പ്രഥമാധ്യാപികയും വ്യക്തമാക്കി. സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് 8ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞു. ഉൾപ്പെടെ ഉള്ളവർക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ജൂലൈ 2-ാം തീയതി സ്കൂൾ സുരക്ഷാ കമ്മിറ്റി ഇവിടെ ചേർന്നു. അതിൽ സ്കൂൾ PTA ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ HM ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ അടങ്ങുന്ന KSEB AE അടക്കം മാനേജ്മെൻറ്റ് അടക്കമുള്ളവർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ സുരക്ഷാ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിലാണ് സാധാരണ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. ആ കമ്മിറ്റിയിൽ ആരും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ. ഇവിടെ സുരക്ഷാ വീഴ്ച ഒന്നുമില്ല.
ഉണ്ടെങ്കിൽ ആ സുരക്ഷാ കമ്മിറ്റിയിലാണ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ടിങ് ഇതേവരെ വന്നിട്ടില്ല. ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 3-4 വീട്ടുകാർ നേരത്തെ താമസിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. ആ വീട്ടിലോട്ട് ഹൗസ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലൈൻ പോയത്. അങ്ങനെയാണ് സംഭവം. എത്രമാത്രം താഴ്ചയിലായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതേസമയം വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്ന വിവരം KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി പ്രഥമാധ്യാപികയും പറഞ്ഞു. സ്കൂളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. സുരക്ഷാ സമിതിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ KSEB ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ കേബിള് കണക്ഷനിലേക്ക് മാറാൻ പോവാണ്, ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് പറഞ്ഞത്. അധ്യാപക രക്ഷാകർതൃ പ്രതിനിധികളും KSEBയുടെ ശ്രദ്ധയിൽ വിവരം അറിയിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടി. എല്ലാവരും കൂടെ പങ്കെടുത്ത മീറ്റിംഗിൽ സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞതാ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണം മാനേജ്മെന്റും KSEBയും ഒരേപോലെ കുറ്റക്കാരാണെന്ന് NK പ്രേമചന്ദ്രൻ MP. സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു MPയുടെ പ്രതികരണം. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റും KSEBയും ഒരേപോലെ കുറ്റക്കാരാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. അപകടം നടന്ന സ്കൂളിൽ എത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. രാവിലെ ആദ്യ ബസ്സിൽ സ്കൂളിൽ എത്തുമ്പോൾ തന്നെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ പരിരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താൻ ഉതകുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും സാന്നിധ്യമുണ്ടായില്ല. ഗുരുതരമായ വീഴ്ചയാണ് സത്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആര് വന്ന് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി സ്ഥലം സന്ദർശിക്കണം. ഈ സ്ഥലത്ത് വന്ന് എങ്ങനെയാണ് ഈ 3 ലൈൻ ഹൈറ്റ്, ഈ 3 ലോ ടെൻഷൻ 3 ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നൊന്ന് കാണണം, നേരിൽ കാണണം. ഇത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തകര ഷീറ്റിട്ട സൈക്കിൾ സ്റ്റാൻഡിന് മുകളിലുള്ള തകര സ്റ്റാൻഡിൽ നിന്ന് 1 മീറ്റർ മാത്രം താഴെയാണ് ഊഞ്ഞാലാടുന്നത് പോലെ, മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചതുപോലെ ഊഞ്ഞാലാടുന്നത് പോലെയാണ് 3 ലൈനുകളുള്ള വൈദ്യുതി ലൈനുകൾ താഴ്ന്നു കിടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. മാനേജ്മെന്റിന്റെ നിലപാടുകൾ ശരിയല്ലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഭരണമുള്ളതിനാൽ എന്തുമാകാമെന്ന നിലപാടാണ് CPMന്റേതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. തേവലക്കര സ്കൂൾ സന്ദർശിച്ച ശേഷമായിരുന്നു ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. RSP പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ചും നടത്തി. ഭരണം കയ്യിലുള്ളതുകൊണ്ട് എന്തും നേടാമെന്ന നിലപാടാണ് CPMനുള്ളതെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. സ്കൂളിന്റെ മധ്യത്തിലൂടെ വൈദ്യുതി കമ്പി വലിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. സ്കൂൾ കെട്ടിടത്തിനും ഏറെ പഴക്കമാണുള്ളത്. യാതൊരു സുരക്ഷയും ഇവിടെയില്ല. ഭരണം കയ്യിലുള്ളതുകൊണ്ട് എന്തും എങ്ങനെയും ആകാമെന്ന നിലപാട് CPM സ്വീകരിക്കുന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മൾ കേരളം മുന്നോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ദയനീയ അവസ്ഥയിലാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിനോട് ചേർന്ന് കുഞ്ഞുങ്ങളുടെ വിലയ്ക്ക് എന്തെങ്കിലും ജീവന് വില കൽപ്പിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടെ, അതിൻ്റെ താഴെ ആസ്ബസ്റ്റോസ് ഷീറ്റ്, അതിൻ്റെ മുകളിൽ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് കയറാൻ അവിടെ ഒരു ജനൽ പോയിട്ട് അങ്ങനെയുള്ള ഒരു മറയും ഇല്ലാതെ ഈ ലൈനിനോട് ചേർന്ന് തുറന്നിട്ടേക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു അനാസ്ഥ എന്താണ്? പക്ഷേ ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. എന്നിട്ട് ഇതിപ്പോൾ വെള്ള പൂശാനുള്ള ശ്രമം ആണ് നടത്തുന്നത്. ഈ ഓരോ ഇതുണ്ടാകുമ്പോഴും ദുരന്തം ഉണ്ടാകുമ്പോഴും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെടുക്കേണ്ട ഗവൺമെൻറ് ഇതിനെയൊക്കെ വെള്ള പൂശിക്കൊണ്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന സംവിധാനം, പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ CPMൻ്റെ ഭരണത്തിന് കീഴിലുള്ള മാനേജ്മെൻറ്റായിട്ടുള്ള ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അത് അന്നേരം തന്നെ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നീക്കുന്നത്. ഒരു സ്കൂളിൻ്റെ തൊട്ട് നടുവിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനൊരു ലൈൻ പോകുന്നു, അതിൻ്റെ താഴെ വേറെ ഇതുണ്ടാക്കുന്നു, ഷെഡുണ്ടാക്കുന്നു, ക്ലാസ് മുറിയിൽ നിന്ന് യഥേഷ്ടം ലൈനിൻ്റെ വളരെ അടുത്ത് സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഏത് സംവിധാനത്തിൻ്റെ അംഗീകാരത്തോടു കൂടി നടത്തുന്നതാണ്? അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇത് ഈ മൂടി വയ്ക്കാനുള്ള ശ്രമമല്ല വേണ്ടത്. മാതൃകാപരമായി ശിക്ഷിച്ച് വീണ്ടും ഒരു ആരോഗ്യ മേഖലയിൽ ഒരാൾ മരിച്ചിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ, വീണ്ടും ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടുകയാണ്.
ഇത് നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമല്ല. വളരെ വ്യക്തമല്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വരുത്തി വെച്ച അപകടമാണ്. ഇങ്ങനൊരു സ്കൂൾ, നമ്മുടെ കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നവർ തന്നെ ഇങ്ങനൊരു സാഹചര്യം, ഭൗതിക സാഹചര്യത്തിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്ത് തോന്നിവാസമാണ് ഇവിടെ നടക്കുന്നത്? ഇതവർ ഭരിക്കുന്നതുകൊണ്ട് എന്തും ആകാമെന്നുള്ളതിൻ്റെ ഇല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും കേട്ട് കഴിവുള്ള കാര്യമാണോ? ഈ നിങ്ങൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ്. ഈ ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ തൊട്ട് മേളിൽ കൊണ്ട് ലൈൻ, ടിൻ ഷീറ്റിൻ്റെ, തകര ഷീറ്റിൻ്റെ തൊട്ട് മേളിൽ ഒരു ലൈൻ കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് അവർ കാണുന്നത്. സ്കൂളിലെത്തിയ ഷിബു ബേബി ജോൺ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടെ സന്ദർശിച്ചു. ഇതേസമയം RSP പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. സ്കൂൾ മാനേജ്മെന്റിന് ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം നൽകി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കായി വരുന്നൊന്നുമല്ല. മാനേജ്മെൻറ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. സ്വന്തം വീടില്ല, ഒരു സെൻറ്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു അനിയനും കൂടെ ഉണ്ട്. അമ്മ വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പത്രങ്ങളിലെ കണ്ടല്ലോ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സ്കൂളിനും KCBക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പതിറ്റാണ്ടുകളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും അനങ്ങിയില്ല. അപായ ലൈനിന് കീഴെ സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധന ഇല്ലാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. സുരക്ഷാ സമിതിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ KCB ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ. അപ്പോൾ അന്നും അതേക്കുറിച്ച് പറയുകയുണ്ടായി. അത്രയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അവരുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പിന്നെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ലേ? അത് അവർ കേബിള് കണക്ഷനിലേക്ക് മാറാൻ പോവാണ്. ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് പറഞ്ഞത്. ടീച്ചർ, അതിൽ തന്നെ ഗേൾസ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ റിട്ടൺ ആയിട്ട് അവർ ഇക്കാര്യം അറിയിക്കാം, അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിച്ചതായിട്ട് പറഞ്ഞു. ഇവിടെ വാക്കാൽ പറഞ്ഞു എന്നുള്ളതാണ് KCB ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? സ്കൂൾ അധ്യാപകരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും. അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. സംഭവത്തിൽ DDE അന്തിമ റിപ്പോർട്ട് കൈമാറി. സുരക്ഷാ പ്രോട്ടോകോൾ ഉറപ്പാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ട്. തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം. പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ഇത് സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റിന് സർക്കാർ നിർദ്ദേശം നൽകി. തേവലക്കരയിലെ വിദ്യാർത്ഥിയുടെ മരണം മാനേജ്മെന്റും KCBയും ഒരുപോലെ കുറ്റക്കാരാണെന്ന് NK പ്രേമചന്ദ്രൻ MP. സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു MPയുടെ പ്രതികരണം.
ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി. കൊല്ലം DDE ഓഫീസിലേക്ക് മാർച്ചും ധർണയും. സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.